ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ടുള്ള കാളൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കായം ചേനയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. കായ ഇങ്ങനെ ചീകിയിട്ടാണ് കേട്ടോ തൊലി കളഞ്ഞത്, ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ആവശ്യത്തിനുള്ള വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലൊന്ന് വെക്കാം കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, ചേനയൊക്കെ ഇന്ന് എത്രത്തോളം വേവുണ്ടെന്ന് അറിയില്ലല്ലോ. ഉപ്പിട്ടാൽ ചെന്നി വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല. ഇനി ചേനയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്ന് ആ സമയത്ത് നമുക്ക് ഉപ്പിടാം കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരവും ജീരകവും പിന്നെ 2 പച്ചമുളകുമാണ്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ആ ചേനയൊക്കെ നന്നായിട്ടൊന്ന് കണ്ടോ, ചേനയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ എരിവ് ആവശ്യമുള്ളവർക്ക്, ഞാനിപ്പം ഇത് ഈ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ എരിവ് നല്ലോണം വേണ്ടവർക്ക് മുളക് പൊടി ഈ സമയത്ത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് തൈര് ഒന്ന് ഉടച്ചെടുത്തുകൊണ്ട്, നല്ല കട്ട തൈരാണ്, അത് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തൈര് മിക്സിയിൽ അടിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ചൊരു വെള്ളം പോലെ ആയല്ലോ. ഇനി അത് കുറച്ച് ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. സാധാരണ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം എങ്ങനെയാണ്, ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആദ്യം നാളികേരം ചേർത്തിട്ടാണ്, പിന്നെ മോര് ചേർത്ത്, പിന്നെ നമ്മളധികം തിളപ്പിക്കാറില്ല അല്ലേ. ഇത് കാളൻ ഉണ്ടാക്കുമ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. മോര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്ക് കാളനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ തൈര്, എനിക്ക് ഇഷ്ടം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് സാധാരണ നമ്മൾ കല്യാണങ്ങൾ പിന്നെ സദ്യക്കൊക്കെ പോകുമ്പോൾ നല്ല കാളിന് നല്ല പുളിയായിരിക്കും കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും പുളിയില്ലാത്ത, എന്താ പറയുക, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നാളികേരം അരച്ചത് അത് കുറച്ച് വറ്റി വന്നു, ആ മോരൊക്കെ ചേർത്തിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. സാധാരണ പണ്ടൊക്കെ നമ്മൾ അരകല്ലിലാണ് അരയ്ക്കണത്. അപ്പം കാളനൊക്കെ തീരെ വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കുക പതിവ്. ഇപ്പം മിക്സിയിലായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തൊക്കെയാണ് കേട്ടോ അരച്ചെടുക്കണത്. ഇപ്പം നമ്മൾ നാളികേരമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇത് കൈകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ നന്നായിട്ട് കുറുക്കി എടുക്കുന്ന കാരണം ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും കുറച്ചൊന്ന് കട്ടിയാവും. ഇനി നമുക്ക് കാളനൊന്ന് വറുത്തിടാം കേട്ടോ. അതിനായിട്ട് ഞാൻ ചുമന്ന മുളകും കുറച്ച് ഉലുവ, കടുക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്തിടുന്നത്. അപ്പം ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുകി വന്നപ്പം ഞാൻ ഈ കടുകും ഉലുവയും ചുമന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കടുകൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ലേശം നമ്മുടെ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കാളനിലേക്ക് ചേർക്കാം. ഉലുവാപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി വറുത്തിടുമ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്, എങ്കിൽ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വറവിൽ കാളനിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കാളൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എനിക്ക് പണ്ടൊന്നും കാളൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല, കാരണം ഈ പുളി കാരണം എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സ്വയം ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ ഈ പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ച്, അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ച് ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാളൻ കൂട്ടാനായിട്ട്. ചില കല്യാണത്തിനോ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാളൻ ചിലപ്പോൾ നമുക്ക് കൂട്ടാനേ പറ്റില്ല, പുളിച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല, അത്ര പുളിയായിരിക്കും. പക്ഷേ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ കാളൻ നമുക്ക് ചിലർക്ക് പുളി ഇഷ്ടം ഉണ്ടാവും കേട്ടോ, പുളിയുള്ള കാളനാവും ഇഷ്ടം. പക്ഷേ എനിക്ക് സ്വതവേ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അധികം പുളിയില്ലാത്ത തൈര് ചേർത്താണ് ഉണ്ടാക്കാറ്.
അപ്പം നമ്മുടെ കാളൻ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറുക്ക് കാളൻ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ കുറുക്ക് കാളൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്